Hi, ഞാൻ ഷെറിൻ ഡേവിസ്. സ്റ്റോക്ക് മാർക്കറ്റ് is a place where you can make a lot of money quick and fast. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇത് അല്ലേ? എന്നാൽ സെബി പബ്ലിഷ് ചെയ്തൊരു ഷോക്കിംഗ് ഡോക്യുമെൻ്റ് ഉണ്ട് അബൌട്ട് ഓപ്ഷൻ ട്രേഡിംഗ്. അതിൽ പറയുന്നത് 90% ഓഫ് ഓപ്ഷൻ ട്രേഡേഴ്സിനും ലോസ് ആണ്. അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏകദേശം 6,50,000 റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഭീമമായിട്ടുള്ളൊരു ലോസ് ഉണ്ടാക്കിയ ഒരു കമ്പനിയുണ്ട്, BCG എന്ന ഷെയറിനെ പറ്റിയുള്ള അനുഭവങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ്? ഈ രണ്ട് ഉദാഹരണങ്ങളും ഞാൻ ഇവിടെ പറയാൻ കാരണം, പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്ന നമ്മുടെ ആഗ്രഹത്തെ ആരൊക്കെയാണ് ചൂഷണം ചെയ്യുന്നത്? വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. ഏറ്റവും ക്വിക്കായിട്ട് പണം ഉണ്ടാക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ചിലപ്പോഴെങ്കിലും നമുക്ക് പറ്റുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്നത്. എങ്ങനെ പണം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എങ്ങനെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നമുക്കിതിനെ കൈകാര്യം ചെയ്യാം? കേസ് സ്റ്റഡി, ഒന്നാമത്തെ കേസ് സ്റ്റഡി, ബ്രൈറ്റ് കോം ഗ്രൂപ്പ് എന്ന ഷെയറിനെ പറ്റിയിട്ട് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയതെന്ന് ആദ്യം നോക്കണം. ഇനി അത് വളരെ കൺവിൻസിങ് ആയ ഒരു റിസോഴ്സ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ നിന്നോ അത് ആകട്ടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പണമാണ് എന്നൊരു മിനിമം ശ്രദ്ധയെങ്കിലും നമുക്ക് ഇനി ഉണ്ടാകണം. BCG എന്ന ഷെയറിനെ പറ്റിയിട്ട് നമ്മൾ വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ടിയിരുന്നത് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഇനി ഇതുപോലെ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെ നമുക്കൊരു മിനിമം ചെക്കപ്പ് പെട്ടെന്ന് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്, എന്താണ് ആ കമ്പനിയുടെ പ്രോഡക്റ്റും സർവീസും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ എത്ര വർഷമായിട്ട് ആ കമ്പനി ഈ ബിസിനസ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു ടഫായിട്ടുള്ള സിറ്റുവേഷൻസ്, ഒരു മോശം സിറ്റുവേഷൻ അവർ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കണം. സ്റ്റെപ്പ് നമ്പർ 2, അടുത്തതായിട്ട് കഴിഞ്ഞ 10 വർഷം കമ്പനിയുടെ സെയിൽസിലുണ്ടായ റവന്യൂ കൺസിസ്റ്റൻ്റ് ആയി വന്നിട്ടുണ്ടോ, അതിൽ ഓരോ വർഷവും പ്രോഗ്രസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ മാനേജ്മെൻറ്റിന് ഉണ്ടോ എന്ന് ഒരു സ്റ്റഡി നമ്മൾ നടത്തുക. സ്റ്റെപ്പ് നമ്പർ 3, പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി കമ്പനി. ഇതും കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിലും പ്രോഗ്രസ് ഉണ്ടോ എന്നും നമ്മൾ ചെക്ക് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 4, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസോ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള വയലേഷൻസോ കമ്പനി ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതൊക്കെ അറിയാനുള്ള റിസോഴ്സ് എന്നത് നമുക്ക് NSEയുടെയോ BSEയുടെയോ വെബ്സൈറ്റിൽ ഈ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കൺവിക്ഷൻ വന്നതിന് ശേഷം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാൻ പാടുള്ളൂ. ഇനി ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടും നമ്മൾ പെട്ടുപോയി എന്ന് കരുതുക. ആ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് പറ്റിയ ലോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അത് അഡ്മിറ്റ് ചെയ്യുക. എന്നിട്ട് മുഴുവൻ പണം നഷ്ടപ്പെടുന്നതിന് മുൻപ് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്തേണ്ടത്. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാരണം വലിയ നഷ്ടങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണെന്നും അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബിസിനസ് എന്നും നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നഷ്ടത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നതാണ് നമ്മൾ ഏറ്റവും സ്മാർട്ടായിട്ട് ചെയ്യേണ്ടത്. അവസരങ്ങൾ ഇനിയും ഉണ്ടാകും. ഒരു സ്ഥലത്ത് പോയാൽ അടുത്ത സ്ഥലത്ത് കൂടുതലായിട്ട് പഠിച്ച് ഏറ്റവും വിജിലൻ്റായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, പണം ഉണ്ടാക്കുക. അടുത്ത കേസ് സ്റ്റഡി സെബി ജനുവരി 2023 പബ്ലിഷ് ചെയ്ത ഒരു FNO റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് ഓപ്ഷൻ ട്രേഡേഴ്സിന് 90% ആളുകൾക്കും ലോസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെബി മാത്രമല്ല അത് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രോക്കിംഗ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് കൂടി ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കാനും യൂട്യൂബിലും അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സസ് എല്ലാം നമുക്ക് ഉണ്ടായിട്ടും ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്, പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന വിഷയത്തിൽ. എന്നാലും നമുക്ക് വളരെ ഭീമമായിട്ട് നഷ്ടങ്ങൾ സംഭവിക്കുന്നു. ചിലപ്പോഴെങ്കിലും നമ്മൾ പഠിക്കാൻ കൊടുത്ത ഫീസ് കൂടാതെ ഒരു ക്യാപിറ്റലും ചിലർക്ക് നഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സെബിയുടെ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം. ഓപ്ഷൻ ട്രേഡിംഗ് എന്നത് വളരെ വ്യക്തമായിട്ട് പഠിച്ച് അപ്രോച്ച് ചെയ്യേണ്ട ഒരു മേഖലയാണ്. വളരെയധികം സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. നമ്മുടെ പണം ഉണ്ടാക്കണം എന്ന ആഗ്രഹം പലപ്പോഴും നമ്മളെ വലിയ നഷ്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിനും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ആവശ്യമാണ്. വി ആർ ഹിയർ ടു ടീച്ച് യു എ ബെറ്റർ വേ to your financial freedom.
because we are here to create investment winners. Thank you.